Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊതുവെ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ 5 ചോദ്യങ്ങളാണ്, അതിന് ഉത്തരങ്ങളുണ്ട്, അനുബന്ധ കാര്യങ്ങളുണ്ട്. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 5 ടോപ്പിക്കുകൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും മെയ് 15 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സമയം വളരെ കുറച്ചുള്ളൂ. കിട്ടുന്ന സമയത്ത് മാക്സിമം നല്ല ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇനി കിട്ടുന്ന സമയങ്ങളിൽ ഒരുപാട് കാട് കയറാതെ ആ സിലബസിൽ നിന്നുകൊണ്ട് മാത്രം അതിലെ കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് സെലക്റ്റീവായിട്ട് പഠിക്കുക. കിട്ടുന്ന ടൈമിനെ ശരിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു ടൈം മാനേജ്മെൻറ്റും ഉണ്ടാക്കിയെടുക്കുക. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ നവോത്ഥാനം എന്ന ഭാഗത്തുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ഏതാണ് ചോദ്യം? ഇന്ത്യയിൽ ആദ്യമായി ശിവജയന്തി സംഘടിപ്പിച്ചത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി ശിവജയന്തി സംഘടിപ്പിച്ചത് ആരാണ്? ശിവജയന്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചക്രവർത്തി ശിവജിയുടെ ജന്മദിനാഘോഷത്തെയാണ് നമ്മൾ ശിവജയന്തി എന്ന് പറയുന്നത്. ഈ ശിവജയന്തി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഘോഷിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓർത്തു വയ്ക്കുക, മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ രാഷ്ട്രീയ ഗുരുവായ മഹാത്മാ ജ്യോതിബ റാവു ഫുലെയാണ് ശിവജയന്തി ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിച്ചത്. മഹാത്മാ ജ്യോതിബ റാവു ഫുലെയാണ്. ജ്യോതിബ റാവു ഫുലയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതാണ് പ്രധാനമായിട്ടും. ഒന്ന്, ജ്യോതിബ റാവു ഗോവിന്ദ റാവു ഫുലെ എന്നാണ് യഥാർത്ഥ നാമം. മഹാരാഷ്ട്രയിലാണ്, പൂനെയിലാണ് ജനിച്ചതും വളർന്നതും എല്ലാ കാര്യങ്ങളും. ഇന്ത്യയിലെ ദളിതർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത, ഒരുപാട് പ്രയത്നം ചെയ്ത ഒരു വ്യക്തിയാണ് മഹാത്മാ ജ്യോതിബ ഫുലെ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അല്ലെങ്കിൽ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് മഹാത്മാ ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ തന്നെയാണ് നമ്മുടെ ഡോക്ടർ ബി.ആർ. അംബേദ്കറും ഫോളോ ചെയ്തു വരുന്നത്. അപ്പോൾ മഹാരാഷ്ട്ര മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നു മഹാത്മാ ജ്യോതിബ ഫുലെ. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹത്തിന്റെ സംഘടന സത്യശോധക സമാജ്, സബാൾട്ടൻ കാഴ്ചപ്പാടാണ്. താഴ്ന്ന വിഭാഗം ആളുകൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സംഘടനയാണ് സത്യശോധക സമാജ് എന്നാണ്. 1873 അദ്ദേഹം സത്യശോധക സമാജ് മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ പഴയ ബോംബെയിൽ സ്ഥാപിക്കുന്നത്. 1873 സത്യശോധക സമാജ് സ്ഥാപിക്കുന്നത്. ഈ സംഘടനയ്ക്ക് ഒരു മുഖപത്രമുണ്ട്. മുഖപത്രത്തിന്റെ പേര് ദീനബന്ധു എന്നാണ്. മറക്കരുത്, സത്യശോധക സമാജ് സ്ഥാപിച്ച 1873. അതിന്റെ മുഖപത്രത്തിന്റെ പേര് ദീനബന്ധു എന്നാണ് എന്ന കാര്യം കൂടി ഓർത്തിക്കുക. ഇനി മഹാത്മാ ജ്യോതിബ റാവു ഫുലെ അല്ലെങ്കിൽ ഗോവിന്ദ റാവു ഫുലെ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം BSc എപ്പോഴും ചോദിക്കാറുണ്ട്. അതാണ് ഗുലാംഗിരി എന്ന് പറയുന്നത്. ഗുലാംഗിരി ആൻഡ് ഇഷാര 2 പുസ്തകങ്ങളാണ്. അതിൽ ഗുലാംഗിരി, ഇഷാര. അതിൽ ഗുലാംഗിരി എപ്പോഴും ചോദിക്കണം. അപ്പൊ 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ബുക്കുകൾ ഓർത്തു വയ്ക്കുക. ഒന്ന് ഗുലാംഗിരി, 2 ഇഷാര എന്ന് ഓർത്തുക. ഇനി മറ്റൊരു സംഭവം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ താഴ്ന്ന വിഭാഗത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞു അല്ലെ. ഇന്ത്യയിലെ വനിതകൾക്ക് വേണ്ടി, എസ്പെഷ്യലി ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടി, വനിതകൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചത് ജ്യോതിബ റാവു ഫുലെ. 1848 പൂനെയിലാണ് ഇന്ത്യയിൽ ആദ്യമായി വനിതകൾക്ക് വേണ്ടി ഒരു സ്കൂൾ സ്ഥാപിച്ചത്. മഹാത്മാ ജ്യോതിബ റാവു ഫുലെ വിത്ത് ഹിസ് വൈഫ്. അദ്ദേഹത്തിന്റെ ഭാര്യ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രിബായി മഹാത്മാ ജ്യോതിബ ഫുലെ കൂടി 1848 ഇന്ത്യയിൽ ആദ്യമായി വനിതകൾക്ക് വേണ്ടി ഒരു സ്കൂൾ സ്ഥാപിച്ച മഹാത്മാ ജ്യോതിബ ഫുലെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഇനി അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ബുക്ക് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ബുക്ക് തോമസ് പെയിന്റെ ദി റൈറ്റ് ഓഫ് മാൻ എന്ന പുസ്തകമാണ്. ജ്യോതിബ റാവു ഫുലെനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് മഹാത്മാ എന്നൊരു നാമധേയം, ഇദ്ദേഹത്തിന് മഹാത്മാ എന്ന ബിരുദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് ആരായിരുന്നു? വിതൽ റാവു കൃഷ്ണജി വടേക്കർ. ആരാണ്? വിതൽ റാവു കൃഷ്ണജി വടേക്കറാണ് ഇദ്ദേഹത്തിന് മഹാത്മാ എന്ന ആ ഒരു ബിരുദം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ സാമൂഹിക വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ചരിത്രകാരനായ ധനഞ്ജയ് കീറാണ്. ആരാണ്? ചരിത്രകാരനായ ധനഞ്ജയ് കീറാണ് ഇദ്ദേഹത്തെ ഇന്ത്യൻ സാമൂഹിക വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് മഹാത്മാ ജ്യോതിബ റാവു ഫുലെനെ വിശേഷിച്ച് ധനഞ്ജയ് കീറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മഹാത്മാ ജ്യോതിബ റാവു ഫുലെയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള. മറക്കണ്ട, ഇന്ത്യയിൽ ആദ്യമായി ശിവജയന്തി സംഘടിപ്പിച്ച് മഹാത്മാ ജ്യോതിബ റാവു ഫുലെയാണ്. ജ്യോതിബ റാവു ഗോവിന്ദ റാവു ഫുലെയാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ്. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. 1873 സത്യശോധക സമാജ് സ്ഥാപിച്ചു. സത്യശോധക സമാജിന്റെ മുഖപത്രം എന്നറിയപ്പെടുന്ന ദീനബന്ധുവാണ്. മഹാത്മാ ജ്യോതിബ റാവു ഫുലെയുടെ 2 പുസ്തകങ്ങളാണ്. ഒന്ന് ഗുലാംഗിരി, മറ്റൊന്ന് ഇഷാര.
ഇനി അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രി ബായിയും കൂടി 1848 ഇന്ത്യയിൽ ആദ്യമായി വനിതകൾക്ക് വേണ്ടി ഒരു സ്കൂൾ സ്ഥാപിച്ചു. അത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഓക്കെ, ഇനി അദ്ദേഹത്തിന് മഹാത്മാ എന്ന നാമധേയം കൊടുത്തത് ആരാണ്? വിതൽ റാവു കൃഷ്ണജി വടേക്കറാണ് അദ്ദേഹത്തിന് മഹാത്മാ എന്ന പേര് നൽകിയത്. ഇനി അദ്ദേഹത്തെ ഇന്ത്യൻ സാമൂഹിക വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച് ധനഞ്ജയ് കീറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മഹാത്മാ ജ്യോതിബാവു ഫുലെയുമായി ബന്ധപ്പെട്ട് പഠിക്കുക. സോ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് ഓർത്തിക്കുക. ഇത് മോഡേൺ ഇന്ത്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മോഡേൺ ഇന്ത്യയിൽ നിന്ന് ചോദ്യമാണ്. നവജവാൻ ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? നവജവാൻ ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചതാണ്. നമുക്കറിയാം, നവജവാൻ ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്ന ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ ഷഹീദ് ഭഗത് സിംഗ് ആണ് 1926 നവജവാൻ ഭാരത് സ്ഥാപിച്ചത്. മറക്കണ്ട, 1926 നവജവാൻ ഭാരത് സ്ഥാപിച്ചത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്ന ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തിയായ ഭഗത് സിംഗ് ആണ് നവജവാൻ ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് 1926. ഇനി ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡേറ്റുകൾ. അതിലൊന്ന് 1929 ഏപ്രിൽ 7. 1929 ഏപ്രിൽ 7 എന്ന ഡേറ്റ് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. അന്നാണ് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും കൂടി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ചത്. ഓർമ്മിക്കുക, ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും എന്നാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബെറിഞ്ഞ് ചോദിച്ചാൽ 1929 ഏപ്രിൽ 7 കാര്യം കൂടി മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഇനി ഭഗത് സിംഗിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മാസികയാണ് കോമ്രേഡ് എന്ന് പറയുന്നത്. ഭഗത് സിംഗിന്റെ ഒരു വളരെ പ്രശസ്തമായ മാസികയാണ് കോമ്രേഡ് എന്ന് പറയുന്നത്. അതേസമയം ഭഗത് സിംഗിന് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. ഇന്നും വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണത്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് വൈ ഐ ആം എൻ എത്തിസ്റ്റ്, എന്തുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി എന്നൊരു പുസ്തകം ഭഗത് സിംഗിന്റെ ബുക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് മറക്കാതെ പഠിക്കുക. വൈ ഐ ആം എൻ എത്തിസ്റ്റ്. അദ്ദേഹത്തിന്റെ മാസികയുടെ പേരാണ് കോമ്രേഡ് എന്ന് പറയുന്നത്. ഇനി HSRA നമുക്കറിയാലോ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി അല്ലെങ്കിൽ അസോസിയേഷൻ ആയിരുന്നു, പിന്നീട് ആർമിയായി. അപ്പൊ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആർമി അതിന്റെ സ്ഥാപക മെമ്പറുമാണ്. അതിൽ ഏറ്റവും വളരെ പ്രശസ്തനായുള്ളൊരു പ്രവർത്തകനും കൂടിയായിരുന്നു ഭഗത് സിംഗ് എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. HSRA ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതോടൊപ്പം 1928 സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മർദ്ദനമേറ്റു മരിച്ച ലാലാ ലജ്പത് റായ്, അതിന് കാരണക്കാരനായ സാൻഡേഴ്സിനെ വധിച്ച കേസിലെ പ്രതിയും കൂടിയായിരുന്നു നമ്മുടെ ഭഗത് സിംഗ്. ഇനി അതിനുശേഷം 1931 മാർച്ച് 23 ലാഹോർ ഗൂഢാലോചന കേസിൽ ഇദ്ദേഹം രാജ്ഗുരു സുഖദേവ് ആൻഡ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്നു. അപ്പൊ മറക്കേണ്ട 2 ഡേറ്റുകളാണ്. 1931 മാർച്ച് 23 ലാഹോർ ഗൂഢാലോചന കേസിൽ ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവ് 3 ആളുകളും ഇന്ത്യയിൽ തൂക്കിലേറ്റപ്പെടുന്നു എന്ന കാര്യം ഓർക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. നമ്മൾ മറക്കണ്ട. വൺസ് മോർ അഗൈൻ ഒരു തവണ കൂടി ഞാൻ പറയുന്നു. 1926 നവജവാൻ ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ഓർത്തിക്കുക. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. അതോടൊപ്പം ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നു. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ആണ്. HSRAയിൽ സ്ഥാപക മെമ്പറാണ്. അതിന്റെ വളരെ പ്രശസ്തമായ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു ഭഗത് സിംഗ് ഓർക്കുക. 1929 ഏപ്രിൽ 7 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബതുകേശ്വർ ദത്തുമായി ബോംബെറിഞ്ഞ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച വ്യക്തി കൂടിയാണ് ഭഗത് സിംഗ് എന്ന വിപ്ലവകാരി എന്നും കൂടി ഓർത്തു വയ്ക്കുക. അതോടൊപ്പം അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു മാസികയാണ് കോമ്രേഡ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് വൈ ഐ ആം എൻ എത്തിസ്റ്റ്. ഇനി ലാലാ ലജ്പത് റായുടെ മരണത്തിന് ഉത്തരവാദിയ സാൻഡേഴ്സൺ വധക്കേസിലും പങ്കെടുത്ത വ്യക്തിയാണ്, അതിലെ പ്രതി കൂടിയാണെന്ന് ഓർത്തു വയ്ക്കുക. അതോടൊപ്പം 1931 മാർച്ച് 21 അദ്ദേഹം ലാഹോർ ഗൂഢാലോചന കേസിന്റെ ഭാഗമായി രാജ്ഗുരു സുഖദേവനോടൊപ്പം ഭഗത് സിംഗും തൂക്കിലേറ്റപ്പെടുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യം എന്നുള്ള രണ്ടാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും നമുക്ക് പഠിക്കാം. നവജവാൻ ഭാരത് സംഘടിപ്പിച്ചത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പാരീസിൽ നിന്നും വന്ദേ മാതരം എന്ന പത്രം പുറത്തിറക്കിയതാണ്. പാരീസിൽ നിന്നും വന്ദേ മാതരം എന്ന പത്രം പുറത്തിറക്കിയത് വളരെ പ്രശസ്തമായ ഒരു വ്യക്തിയാണ്. ദാറ്റ് ഈസ് അറിയാം ആരാണ്? ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ഭിക്കാജി കാമ. മറക്കണ്ട, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ഭിക്കാജി കാമയാണ് പാരീസിൽ നിന്നും വന്ദേ മാതരം എന്ന പത്രം പുറത്തിറക്കിയത്. ഇനി മാഡം ഭിക്കാജി കാമയെ നമുക്ക് മറ്റൊരു രീതിയിലാണ് നമ്മൾ അറിയാറ്. ഒന്ന് അഭിനവ് ഭാരതിന്റെ പ്രവർത്തകയായിരുന്നു. അഭിനവ് ഭാരത് നമ്മുടെ VD സാവർക്കർ സ്ഥാപിച്ച അഭിനവ് ഭാരതിന്റെ പ്രവർത്തകയായിരുന്നു. അതിനേക്കാൾ ഉപരി നമ്മൾ മറ്റൊരു രീതിയിലാണ് മാഡം ഭിക്കാജി കാമയെ പഠിക്കാറ്. ഇന്ത്യൻ ത്രിവർണ്ണ പതാക വിദേശത്ത് ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യൻ ത്രിവർണ്ണ പതാക വിദേശത്ത് ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്.
1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ട് 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചാണ് മാഡം ഭിക്കാജി കാമ ഇന്ത്യൻ ദേശപതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാഡം ഭിക്കാജി കാമയുമായി ബന്ധപ്പെട്ട് പഠിക്കുക. മറക്കണ്ട, പാരീസിൽ നിന്നും വന്ദേ മാതരം എന്ന പത്രം പുറത്തിറക്കിയത് മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ ദേശപതാക വിദേശത്ത് ആദ്യമായി ഉയർത്തിയ മാഡം ഭിക്കാജി കാമ 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചാണ് അദ്ദേഹം ഇന്ത്യൻ ദേശപതാക ഉയർത്തിയത്. ഒന്നുകൂടി നമ്മൾ പറഞ്ഞു, എന്താണ്, നമ്മുടെ അഭിനവ് ഭാരത്, വി ഡി സാവർക്ക് സ്ഥാപിച്ച അഭിനവ് ഭാരതിന്റെ ഒരു പ്രവർത്തക കൂടിയായിരുന്നു ആര്, മാഡം ഭിക്കാജി കാമ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ ആ ഒരു ചോദ്യം കഴിഞ്ഞു, മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് എന്താണ്, പ്രാചീന കാലങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പ്രാചീന കാലങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? നമുക്കറിയാം, പ്രാചീന കാലങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി ഇന്നത്തെ നമ്മുടെ യമുനയാണ്. അത് പ്രാചീന കാലങ്ങളിൽ കാളിന്തി അറിയപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ പുരാണങ്ങളിൽ ഒരുപാട് തവണ പരാമർശിച്ചുള്ള ഒരു നദി കൂടിയാണ് കാളിന്തി, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ യമുന. സൂര്യദേവന്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായി അറിയപ്പെടുന്ന ഒന്നാണ് യമുന. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നമുക്കറിയാം, അതാണ് ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ഹിന്ദുക്കളുടെ പുണ്യ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഈ ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ വലതുഭാഗത്തുള്ള റൈറ്റ് വിങ് ട്രൈബ്യൂട്ടറി എന്ന് പറയും. ഗംഗയുടെ വലതുഭാഗത്തുള്ള പോഷക നദി കൂടിയാണ് അത് യമുന. അപ്പൊ യമുനയുമായി ബന്ധപ്പെട്ട് യമുന എത്രയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അത് ഗംഗയിൽ ചെന്ന് ചേർന്നു. ഗംഗ പിന്നീട് ബംഗ്ലാദേശിലൂടെ അങ്ങനെ ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നു. അപ്പൊ യമുനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും പഠിക്കേണ്ടത്, ഒന്ന് 1370 കിലോമീറ്റർ ആണ്. 1370 കിലോമീറ്റർ ഉണ്ട്. ഗംഗയുടെ വലതുഭാഗത്തുള്ള പോഷക നദിയാണ്. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ്. പ്രാചീന കാലങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദിയാണ്. ഇനി യമുനയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു സ്മാരകം നമുക്കറിയാലോ, താജ്മഹൽ യമുന നദീരത്താണ്. പ്രധാനപ്പെട്ട 3 നഗരങ്ങൾ ഏതൊക്കെയാണ്? ആഗ്ര, ഡൽഹി ആൻഡ് മധുര. ആഗ്ര, ഡൽഹി, മധുര, ഈ 3 നഗരങ്ങളും യമുന നദീ തീരത്താണെന്ന കാര്യം കൂടി ഓർക്കുക. അതിൽ മധുര തെറ്റരുത്. മധുര എന്നുള്ളത് കഥ എന്നുള്ള മധുര, ആ മധുരയാണ്. അതാണ് നമ്മുടെ യമുന നദീതീരത്തുള്ള. മധുരം എന്നുള്ള മധുര, ആ മധുരയാണെങ്കിൽ വൈഗ നദീതീരത്താണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. സോ അപ്പൊ യമുനയുമായി ബന്ധപ്പെട്ട് ഇത്രയും. അപ്പൊ നമ്മുടെ 4ാമത്തെ ചോദ്യം കഴിഞ്ഞു. ദെൻ 5th ക്വസ്റ്റ്യൻ, 5ാമത്തെ ചോദ്യം ഓർത്ത് വയ്ക്കുക. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? ഇത് കുറെ മുന്നേ 2-3 തവണയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അധികം ചോദിച്ചു കണ്ടില്ലെങ്കിൽ ഓർക്കുക. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് പുരിയിലുള്ള, നമ്മുടെ ഒഡീഷയിലെ പുരിയിലുള്ള കൊണാർക്ക് സൺ ടെമ്പിൾ. പുരി ജില്ലയിലാണ്. പുരി ജഗന്നാഥ ക്ഷേത്രം വേറെ ഉണ്ട്, അത് വൈറ്റ് പഗോഡയാണ്. പുരി ജഗന്നാഥ ക്ഷേത്രം വൈറ്റ് പഗോഡയാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഒഡീഷയിലെ പുരി ജില്ലയിലുള്ള കൊണാർക്ക് സൂര്യക്ഷേത്രം, അതിനെയാണ് നമ്മൾ ബ്ലാക്ക് പഗോഡ എന്ന് പറയുന്നത്. കൊണാർക്ക് സൂര്യക്ഷേത്രം, അതിനെയാണ് നമ്മൾ ബ്ലാക്ക് പഗോഡ എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, ഗംഗരാജാവായ നരസിംഹദേവനാണ് ഈ ബ്ലാക്ക് പഗോഡ അല്ലെങ്കിൽ കൊണാർക്ക് സൺ ടെമ്പിൾ നിർമ്മിച്ച. ചക്ര ക്ഷേത്രം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഓർത്തിക്കുക, ബ്ലാക്ക് പഗോഡ. ഗംഗരാജാവായ നരസിംഹദേവൻ, തെറ്റരുത്. നമ്മൾ പല്ലവ, ചോള, ചേര, പാണ്ഡ്യൊക്കെ പഠിക്കുമ്പോൾ അവിടെ നരസിംഹവർമ്മൻ പഠിക്കാറുണ്ട്. അതല്ല, അത് നരസിംഹവർമ്മനാണ്. ഇവിടെ നമ്മൾ ഗംഗരാജാവായ നരസിംഹദേവനാണ് എന്ന് ഓർത്ത് വയ്ക്കുക. 1984 നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഒരു സ്മാരകം കൂടിയാണ് അത് ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന കൊണാർക്ക് സൺ ടെമ്പിൾ. ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ, അനുബന്ധ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ വളരെ വിലപ്പെട്ടതാണ്, കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും നിങ്ങൾക്ക് നേടാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ, PSC പഠിക്കുന്നതോ അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുന്നതുമായ ആളുകളെങ്കിൽ അവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി നിങ്ങൾക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.